തൃശൂർ KSRTC സ്റ്റാൻഡിൽ ദുരിതയാത്ര. മഴക്കാലമായതോടെ സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങൾ ചളിക്കുണ്ടായി മാറി. കയറി നിൽക്കാൻ സുരക്ഷിതമായ കാത്തിരിപ്പ് കേന്ദ്രവും ഇല്ല. താൽക്കാലികമായി ഷീറ്റുകൾ വെച്ച് നിർമ്മിച്ചിട്ടുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ യാത്രക്കാർ നനയേണ്ടി വരും. സർക്കാർ നടപടികളിലുള്ള മെല്ലെ പോക്കാണ് പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണം വൈകുന്നതിന് കാരണം. ദിനംപ്രതി നിരവധി യാത്രക്കാർ എത്തുന്ന ഇടമാണ് തൃശൂർ KSRTC സ്റ്റാൻഡ്. മഴ പെയ്തു തുടങ്ങിയതോടെ ഇവിടം ചളിക്കുണ്ടായി മാറി. ദൂരദേശങ്ങളിൽ നിന്നടക്കം യാത്ര ചെയ്യാനെത്തുന്നവർ ചെളിവെള്ളം താണ്ടി വേണം ബസ്സിൽ കയറാൻ. നടത്തത്തിനിടയിൽ കാലൊന്നിടറിയാൽ വീഴുന്നത് ചെളിക്കെട്ടിലേക്കായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കയറി വരാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആൾക്കാർ നടന്നു പോകുമ്പോൾ തന്നെ വെള്ളം തെറിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയാലും എത്രയും നല്ലതായിരുന്നു. കാരണം മെയിൻ സ്റ്റാൻഡാണിത്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എവിടെ നിന്ന് പോയിട്ട് വരുന്നവർ ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത ബസ്സിന് പോണത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയും എത്രയും പെട്ടെന്ന് റെഡിയാക്കിയാൽ നന്നായിരുന്നു. കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഇറങ്ങിയിട്ട് ആണ് പോണത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും ദുരിതം ഇരട്ടിയാണ്. മഴ നനയാതെ കയറി നിൽക്കാൻ സുരക്ഷിതമായ കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ ഇല്ല. KSRTC അതോറിറ്റി തീരുമാനിക്കണ്ടേ? അവർ പൊളിച്ചിട്ട് പൊളിക്കൽ പോയാൻ കഴിഞ്ഞു. പണിയൊന്നുമില്ല. പണിയുമായിരിക്കാം. ഇതിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൻ ശോചനീയമായിട്ടുള്ള സ്റ്റാൻഡുകളും ഉണ്ട് കേട്ടോ. അങ്കമാലി ബസ് സ്റ്റാൻഡ് നിറച്ച് വെള്ളമാണ്. LDF സർക്കാരിന്റെ കാലത്ത് 7 കോടിയിലധികം രൂപ പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പഴയ സ്റ്റാൻഡ് പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപടികളിലുള്ള മെല്ലെപ്പോക്ക് മൂലം പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണം അധോഗതിയിലാണ്. ഈ കണ്ടതാണ് തൃശൂർ KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അല്പമെങ്കിലും അഭ്യാസമറിഞ്ഞില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ക്ലേശകരമാകും. സജീവ് പൂത്തിങ്കലിനൊപ്പം സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശൂർ.